ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹണി ബീസ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ബീൻസ് സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബീട്രൂട്ടൊക്കെ തൊലി അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാനിന്ന് ചോപ്പറിലാണ് ഇതൊന്ന് ചീകിയെടുക്കണേ. എളുപ്പത്തിൽ ഇത് ചീകിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ച ശേഷം നമ്മൾ ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ കൈയോടെ പണി തീരുമല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ അപ്പം എടുത്ത് മാറ്റും. പിന്നെ നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ ചീകിയെടുക്കാം. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ബീൻസും ഒന്ന് സാമ്പാറിന് അരിഞ്ഞെടുക്കണം. പച്ചക്കറികൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം ബീൻസ് അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റാണ് ക്യാരറ്റും ബീൻസും ഇട്ട് സാമ്പാർ വയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ക്യാരറ്റും കൂടെ അരിഞ്ഞെടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഇനി നമുക്കിതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാൻ നോക്കാം. ആദ്യം ഞാൻ കുക്കറിൽ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കായപ്പൊടി 1/2 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഞാൻ അതിൽ ഒരു പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കുക്കർ മൂടി വെച്ച് ഒരു വിസിലങ്ങോട്ട് വന്നാൽ സാമ്പാർ റെഡിയാവും. അപ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ചോറ് ആദ്യം തന്നെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചോപ്പറിൽ വെച്ചിട്ട് ബീട്രൂട്ട് ചോപ്പറിൽ അരിഞ്ഞെടുക്കുകയാണ്. എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. കത്തിയും കൊണ്ട് അരിയണക്കാട്ടും നമ്മൾ ചോപ്പറിലാകുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ എളുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു സബോള പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കണം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ ഞാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ മൈസൂർ പരിപ്പല്ലേ പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ പച്ചക്കറികളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരു വിസിലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സബോളയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പം പപ്പടം കൂടെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ന് ലഞ്ചിനുള്ള കറികൾ റെഡിയാവും. ഇതും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം എളുപ്പത്തിൽ. ഞാൻ എന്താണെന്നറിയാം, പെട്ടെന്ന് അപ്പോൾ പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് കൈയോടെ തുടച്ചിടും. അപ്പോൾ എളുപ്പമാണല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിതും കൂടെ അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് സബോള അരിഞ്ഞിട്ട് പച്ചമുളകും കൂടെ പറഞ്ഞല്ലേ ഉള്ളൂ, അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരി വയ്ക്കാൻ നോക്കാം. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ടെന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണേ. അതിന് നമുക്ക് അടുപ്പത്ത് കത്തിച്ച ശേഷം ഫാൻ വെച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഞാൻ തേങ്ങയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായത് കടുകിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും സബോളയാണ്, ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ സബോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ബീട്രൂട്ടും കൂടെ ഇത് ഇട്ട് കൊടുക്കുകയാണ്.
എനിക്ക് 2-3 മിനിറ്റ് ഒന്ന് നമ്മൾ വഴറ്റിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ ഉപ്പേരി റെഡിയാവും. ലേശം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് വേവിക്കണമല്ലോ, അതിന് വേണ്ടി ഒഴിച്ച് കൊടുത്താണ്. അപ്പോൾ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പേരിക്ക്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ കഴുകിയെടുക്കുകയാണ്. ഞാൻ അതെല്ലാം കഴുകിയെടുത്തു. നമുക്കിതൊക്കെ ഒന്ന് തുടച്ച് അപ്പോൾ ഒന്ന് വൃത്തിയാക്കി വിടുകയാണെങ്കിൽ പണി എളുപ്പമാവും. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് സാമ്പാർ താളിച്ചെടുക്കാം. അടുപ്പത്ത് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ സാമ്പാർ ഒന്ന് തുറന്ന് നോക്കാം എന്തായിന്ന്. ഇത് മൈസൂർ പരിപ്പല്ലേ, പെട്ടെന്ന് ഒരു വിസിൽ വിട്ടാൽ വേവും. അപ്പം നല്ല കുഴഞ്ഞൊന്നും പോയിട്ടില്ല സാമ്പാർ. പച്ചക്കറികളൊന്നും അധികം വെന്തിട്ടുമില്ല, പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാണ്. നമുക്കതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം സാമ്പാറിലേക്ക്. ഇനി നമുക്ക് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ലഞ്ചിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾക്കൊന്ന് വിളമ്പി കൊടുക്കണം, റൈസ് എടുത്ത് കൊടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ റൈസ് എടുക്കാമോ അമ്മ വീഡിയോ എടുത്തോന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൾ ഫോൺ തന്നിട്ട് അവൾ റൈസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം അവൾ റൈസ് എടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരിയും കൂടി ഇട്ട് കൊടുക്കാണ്. ഇനി സാമ്പാറും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ, പപ്പടം, ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ഇട്ട് കാണാം ഗൈസ്.